അമേരിക്കയിലെ ചിക്കാഗോ ഭാഗങ്ങളിലൊക്കെ ഈ വിൻ്റർ സീസണിലെ ആദ്യത്തെ മഞ്ഞുവീഴ്ച ഇന്നലെ കിട്ടി. 3 മുതൽ 6 ഇഞ്ച് വരെ ആയിരുന്നു പറഞ്ഞെങ്കിലും ഏകദേശം 3 ഇഞ്ചോളമൊക്കെ പെയ്തിട്ടുണ്ട്. ഒരു ഇച്ചിരി അപ്രതീക്ഷിതമായിരുന്നു. കാരണം സാധാരണ നിലയിൽ തണുപ്പൊക്കെ വന്ന് ഈ ഇലയൊക്കെ ശരിക്കും പൊഴിഞ്ഞു പോയിട്ടൊക്കെയാണ് മഞ്ഞ് വീഴ്ച തുടങ്ങാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നവംബർ 10-ാം തീയതി തന്നെ മഞ്ഞ് വീണു. പക്ഷേ ഇതിനും മുമ്പുള്ള വർഷങ്ങളിൽ ഇതിന് നേരത്തെയൊക്കെ കിട്ടിയ ചരിത്രമുണ്ട്. എന്തൊക്കെയായാലും മഞ്ഞ് വീഴ്ച അപ്രതീക്ഷിതമായിരുന്നെങ്കിൽ പോലും മെഷീനറി എല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് വഴിയെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് അവർ സ്നോ എല്ലാം അടിച്ചു മാറ്റി ഗതാഗത യോഗ്യമാക്കിയിട്ടൊക്കെ നടക്കാനുള്ള വഴി പോലും ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു മെച്ചം അധികം തണുപ്പാവാത്ത കാരണം ഈ മഞ്ഞ് പെട്ടെന്ന് തന്നെ 1-2 ദിവസങ്ങൾക്കകം ഉരുകിപ്പോക്കോളും. ഇങ്ങനെ കൂടിക്കിടക്കുകയില്ല. നേരെ മറിച്ച് ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ട് മഞ്ഞ് വീഴുവാണെങ്കിൽ നല്ല തണുപ്പുള്ള സമയമായ കാരണം മഞ്ഞ് അങ്ങനെ കൂടിക്കിടക്കും. വീടിന് മഞ്ഞ് പോകാതെ കൂടിക്കിടന്ന് ചിലപ്പം 1-1.5 അടി കനത്തിലൊക്കെ മഞ്ഞങ്ങനെ കിടക്കും, പോകത്തില്ല. ഇതിപ്പോൾ പെട്ടെന്ന് ഉരുകി പൊക്കോളും. 1-2 ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. നാട്ടിൽ മഴ പെയ്യും പോലെ ഉള്ള ഒരു അനുഭവം ഇവിടെ മഞ്ഞ് വീഴുന്നത്. ഇവിടെ തണുപ്പ് കൂടുതലായ കാരണം അത് ഇങ്ങനെ മഞ്ഞായിട്ട് താഴോട്ട് പോരുന്നു. നാട്ടിലത് മഴയായിട്ട് പെയ്യും. രണ്ടും ജലത്തിൻ്റെ കണികൾ തന്നെയാണ് വന്നത്.